പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇതൊരു കടുത്ത നടപടിയിലേക്ക് തന്നെ കാര്യം നീങ്ങുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാവിലെ 7 മണിക്ക് തുടങ്ങിയ ED ഉദ്യോഗസ്ഥർ റെയ്ഡാണ് ഉച്ചയ്ക്ക് 2:40 കഴിഞ്ഞു. അതിനിടയിൽ ഡൽഹിയിൽ MA ബേബിയെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരു BJPയുടെ ഒരു എക്സ്റ്റൻസീവ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ED പ്രവർത്തിക്കുന്നത് എന്നതാണ് MA ബേബിയുടെ വാചകങ്ങൾ. അതിനിടയിൽ റെയ്ഡ് നടക്കുന്നതിനിടയിൽ ജോൺ ബ്രിട്ടാസ് MP ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ ഉദ്യോഗസ്ഥർ തടയുന്ന സാഹചര്യം ഉണ്ടായി. ആരെയും പുറത്തേക്ക് ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നില്ല. പിണറായി വിജയനെ അങ്ങനെ ആ വീട്ടു തടങ്കലിലായി ഇത്രയും മണിക്കൂർ നിർത്തിയെന്നത് ഉൾപ്പെടെ പ്രവർത്തകർ വളരെ രോഷാകുലരെ പറയുന്നു. മുഖ്യമന്ത്രി VD സതീശന് നേരെയും അവർ നിലവിളിക്കുകയും ചെയ്തു. അവർ പരസ്യമായി തന്നെ അവർ VD സതീശനെതിരെയും സംസാരിക്കുകയും അല്ലെങ്കിൽ മുറവിളി കൂട്ടുകയും ഒക്കെ ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ED ഉദ്യോഗസ്ഥർ കണ്ണൂരും കോഴിക്കോട് നിന്നും ഒരു തെളിവും കിട്ടിയിട്ടില്ല എന്നാണ് അഭിഭാഷകൻ പറയുന്നത്. അവിടെ നിന്നുകൊണ്ട് ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയന്റെ വസതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന ED ഉദ്യോഗസ്ഥരിൽ നിന്നും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലും ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ ED ഉദ്യോഗസ്ഥർ ഇപ്പോൾ എവിടെയാണ് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായിട്ട് നിൽക്കുകയാണ്. പരിക്ക് പറ്റിയ 2 പേരാണ് ഇപ്പോൾ ജനറൽ ആശുപത്രിയിലുള്ളത്. ഉദ്യോഗസ്ഥർ എവിടെയാണ് എന്നുള്ള ചോദ്യം നിൽക്കുന്നുണ്ട്. അവർ എന്തായാലും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എത്ര പേർക്കെതിരെ, എത്ര പ്രവർത്തകർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ ലഭിക്കാനുണ്ട്. അതിനിടയിൽ ED ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തിൽ നിന്നും മുഷ്ടി ചുരുട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം രംഗത്തെത്തി മാധ്യമങ്ങളോട് ചുരുങ്ങിയ വാക്കിൽ സംസാരിക്കുകയും ചെയ്തത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കടകംപള്ളി സുരേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ അവിടെ ചുറ്റുമുണ്ടായിരുന്നു. പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തത്. പിണറായി വിജയന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ വ്യക്തമാണ്. ഏതായാലും ഇതൊരു ആസൂത്രിതമായ നീക്കമാണ്, കരുതിക്കൂട്ടിയുള്ള ആക്രമണ നടപടികളെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല, ഇതൊരു തുടക്കം മാത്രം. ഈ നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ട, ഇതാണ് പിണറായി വിജയൻ പറയുന്നത്. ഒരു പിന്തുണയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല എന്ന് സഖാക്കൾ വീണ്ടും വ്യക്തമാക്കി. എന്തിനേയും നമുക്ക് നേരിടാം, ഇതാണ് നമ്മുടെ കരുത്ത്, ഒന്നിച്ച് നമുക്കിറങ്ങാം. പറയാൻ ഒരുപാടുണ്ട്, തൽക്കാലം ഇത് വെച്ച് നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും പ്രേക്ഷകർ ഇടതുവശത്ത് കാണുന്നത് തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. സ്വാഭാവികമാണ്, എന്തായിരിക്കും പോലീസിൻ്റെ നടപടികൾ എന്നത് സംബന്ധിച്ചും ഇനി വ്യക്തമായ ധാരണ ലഭിക്കേണ്ടതുണ്ട്. ഇത്രയും വലിയൊരു ആക്രമണം ED ഉദ്യോഗസ്ഥർക്ക് നേരെ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ അവർക്ക് സംഭവിച്ച ആക്രമണത്തിൽ എന്താണ് ഇനി പോലീസിൻ്റെ നടപടി? CRPFന് ഒരു തരത്തിലും സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കാർ പൂർണ്ണമായും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അകത്തുള്ള ഉദ്യോഗസ്ഥരുടെ ജീവൻ ചോദ്യചിഹ്നത്തിൽ നിന്നുകൊണ്ടാണ് അവർ ആ വീട്ടുമുറ്റത്ത് നിന്നും പുറത്തേക്ക് പോയത്. വീണ്ടും കാണിക്കുന്നു പ്രേക്ഷകരെ ആ ഇഷ്ടികയുടെ വലിപ്പവും ആ പ്രവർത്തകരുടെ രോഷവും ഒക്കെ ഒന്നുകൂടെ കണ്ടു നോക്കിയാൽ മനസ്സിലാവും എത്രമാത്രം ഭീതി ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് എന്നുള്ളത്. വീണ്ടും ആ ഉദ്യോഗസ്ഥരുടെ ചില്ല് പൊട്ടിക്കുക, അകത്തേക്ക് തന്നെ ഈ ചില്ല് എത്തിക്കുക എന്നുള്ള ഒരേ ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ് പ്രവർത്തകർ വീണ്ടും എറിഞ്ഞതെന്ന് വ്യക്തമാക്കുന്നു. എന്തായാലും ചില്ല് പൂർണ്ണമായും അകത്തേക്ക് ഉള്ളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ അവിടെ ആ കാർ പൂർണ്ണമായും അതിൻ്റെ പുറകുവശവും ഒക്കെ അടിച്ച് വീണ്ടും പൊട്ടിക്കുന്ന സാഹചര്യം. ഈ ചില്ലൊക്കെ അകത്തേക്ക് പോയി ഉദ്യോഗസ്ഥർക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരുത്തേണ്ട ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. എന്തായാലും ജനറൽ ആശുപത്രിയിൽ 2 പേരാണ് നിലവിൽ എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ED ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ വ്യക്തതയില്ല. അതിനിടയിൽ തന്നെ തലസ്ഥാനത്ത് SFI പ്രവർത്തകരുടെ മാർച്ച് നടക്കുന്നുണ്ട്. പിണറായി വിജയന്റെ വസതിയിൽ EDയുടെ റെയ്ഡുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രതിഷേധമാണ് ആ മാർച്ചിൽ നിന്നും മനസ്സിലാക്കുന്നതെന്നാണ് കരുതുന്നത്. മുഹമ്മദ് റിയാസിന്റെ അഭിഭാഷകന് ED എഴുതി നൽകി ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല എന്നുള്ളത് കണ്ണൂരും കോഴിക്കോടുമായിട്ടുള്ള റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ എന്തായാലും തലസ്ഥാനത്ത് ശക്തമായ പ്രതിഷേധമാണ് CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തലസ്ഥാനത്ത് മാത്രമല്ല, സംസ്ഥാനം ഒട്ടാകെ തന്നെ CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം ഈ ED ഉദ്യോഗസ്ഥരുടെ റെയ്ഡുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. വൈകുന്നേരം കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് തന്നെ നീങ്ങുമ്പോൾ സംശയമില്ല, ആ ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുന്നുണ്ട്. പക്ഷേ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇനി എന്തായിരിക്കും പോവുക? 2 കാര്യങ്ങളാണ് പ്രധാനമായും അറിയേണ്ടത്. ഒന്ന്, ED ഉദ്യോഗസ്ഥരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട്, അതാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ അവർക്ക് സംഭവിച്ചിരിക്കുന്നത് എത്ര വലിയ ഗുരുതര പരിക്കാണ്. വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉണ്ടതിൽ. ആ വനിതാ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടോ, അത് സാരമാണോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഡ്രൈവർ പറഞ്ഞ വാക്കുകൾ പ്രകാരം സാരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എത്രമാത്രം സാരമായ പരിക്കുണ്ടോ എന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ ലഭിക്കേണ്ടതുണ്ട്. അതാണ് ചോദ്യം നമ്പർ 1. 2, എങ്ങനെയായിരിക്കും പോലീസുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോവുക? പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുമോ? എത്ര പേരെ?
എങ്ങനെയായിരിക്കും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടപടികളിലേക്ക് നീങ്ങുക എന്നുള്ളതും രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ രാവിലെ മുതൽ പ്രവർത്തകർ പിണറായി വിജയന്റെ വസതിയുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ പ്രതിഷേധവുമായി എത്തിയിരുന്നു. തടിച്ചുകൂടി നിൽക്കുകയായിരുന്നു പ്രവർത്തകർ. അവർ ഇത്രയും മണിക്കൂറുകൾ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ തന്നെ നിലവിളിച്ച് സമരം ചെയ്യുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു പുറത്തുനിന്ന്. അങ്ങനെ ഇ ഡി ഉദ്യോഗസ്ഥർ പുറത്തുനിന്ന് വന്നപ്പോൾ ഇത്രയും മണിക്കൂർ പുറത്തുനിന്നുണ്ടായതിൻ്റെ മുഴുവൻ രോഷവും ഇ ഡി ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെയാണ് അവർ തീർത്തത്. അതാണ് ഇതിലെ ഏറ്റവും ഖേദകരമായ കാര്യം, ഏറ്റവും വേദനാജനകമായ കാര്യമൊന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും തലസ്ഥാനത്ത് സംഘർഷാവസ്ഥയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിക്കുകളുടെ എണ്ണം കൂടത്തേ ഉള്ളൂ. അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ, ഇത് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥരാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ബ്ലഡ് ക്ലോട്ട് ചെയ്യുകയാണ്, ഒലിച്ചിറങ്ങുകയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും രക്തം. അത് കെട്ടിവെക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കുന്നു. സാരമായ പരിക്ക് തന്നെയാണ്, ഒരു തർക്കവുമില്ല അക്കാര്യത്തിൽ. അതാണ് ഡ്യൂട്ടിയിലിടയിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് പറ്റുന്ന പരിക്കാണ്. സ്വാഭാവികമായി പരിക്കുകളുടെ എണ്ണം കൂടെയുള്ളൂ. കാരണം ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അത്രയും ഭീതി ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നത്, ഇ ഡി ഉദ്യോഗസ്ഥർ സേഫ് ആണോ എന്നുള്ള ചോദ്യം തന്നെയാണ്. സാരമായ പരിക്കുകൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. സ്വാഭാവികമായിട്ടും അവിടെ പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വലം കൈയിലെ പരിക്ക് പറ്റിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ വലം കൈയിലാണ്, ഇത്രയും സാരമായ പരിക്കാണ്. ആ ബ്ലഡ് ക്ലോട്ട് തടയാൻ വേണ്ടിയിട്ട് കെട്ടിയൊക്കെ വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എന്നാൽ പോലും എത്രമാത്രം ഗുരുതരമാണെന്നത് സംബന്ധിച്ചൊക്കെ നിൽക്കേണ്ടിയിരിക്കുന്നു. എത്ര ഉദ്യോഗസ്ഥർക്ക് ഇതുപോലെ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതും അറിയണം. ഡ്യൂട്ടിക്കിടയിൽ സംഭവിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇതൊരു വലിയ നടപടികളിലേക്ക് തന്നെ നീങ്ങുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രവർത്തകർ അത്രമാത്രം രോഷാകുലരായിട്ടാണ് എത്തിയത്. അവരുടെ മുഴുവൻ രോഷവും ഇ ഡി ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ തീർക്കുന്ന സാഹചര്യം. കയ്യിൽ കിട്ടിയതെല്ലാം അവർ വലിച്ചെറിഞ്ഞു, അടിച്ചു തകർത്തു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതെങ്ങനെയായിരിക്കും വരും മണിക്കൂറുകളിൽ എങ്ങനെയായിരിക്കും ഇത് നീങ്ങുക, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എന്തായിരിക്കും നടപടി എന്നത് സംബന്ധിച്ചും അറിയേണ്ടതുണ്ട്. അതിനിടയിലാണ് പിണറായി വിജയൻ തളർത്താൻ നോക്കണ്ട എന്നുള്ള ഒരു വാചകം അദ്ദേഹം പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.